ഹേ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ടൈം 10 മണിയാവാൻ പോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു PSC എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദൂരെയാണ്. അപ്പം ഫുൾ വ്ലോഗ് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ വരും. എന്നിട്ട് നമുക്ക് പോവാം. ഇതാണ്ട് അവൾ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ നമ്മൾ ആറ്റിങ്ങൽ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. അവളുടെ കൊച്ചിനെ ഡ്രസ്സ് നോക്കാനായിട്ട് നമ്മൾ മേളിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയും എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആറ്റിങ്ങൽ ചെന്നപ്പോൾ നമ്മളെ ഭാഗ്യത്തിന് കറക്റ്റ് തട്ടത്തുമലുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ KSRTC ബസ്സിലാണ്. ഇപ്പോൾ എത്ര മണിയായി? 3:20 ആയിട്ടുണ്ട്. 3:05 എക്സാം കഴിഞ്ഞ് 3 എക്സാമിന് പോണതിന് മുമ്പ് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്നും കഴിച്ചില്ല. താണ്ട് ഈ ഒരു ലേസൊക്കെ കഴിച്ച് വെച്ചിരിക്കുകയാണ്. ഫൈനലി കിളിമാനൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആറ്റിങ്ങൽ ബസ് കയറി നേരെ ആറ്റിങ്ങലോട്ട്. എന്നിട്ട് വയ്യ, നമുക്കിനി ഫുഡ് കഴിക്കണം. ചോറൊന്നും കിട്ടിയില്ല. നമ്മൾ ഷവർമ്മ കഴിക്കാന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ അത് ചെന്ന കടയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ വേറെ കടയിലോട്ട് പോകണം. എത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. 1 മണിയായിട്ടുണ്ട്. ഇതുവരെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ലേസും ബിസ്ക്കറ്റും ഒക്കെയാണ് കഴിച്ചത്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. വിശപ്പിൻ്റെ വില എന്താണെന്ന് മനസ്സിലായി ഗൈസ്. അങ്ങനെ ആറ്റിങ്ങലത്തെ തിരക്ക് കാരണം നേരെ ചിറങ്കി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ലൈമും റുമാലി ഷവർമയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റുമാലി ഷവർമ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. 5:15 നമ്മൾ ഫുഡ് കഴിച്ചത്. ഇടയിൽ കുറച്ച് സ്നാക്സ് കഴിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും നിന്ന് പിന്നെ അവസാനം നമ്മൾ കിറങ്ങിപ്പോയി. നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ ഒരു റുമാലി ഷവർമ സൂപ്പറായിരുന്നു. ഇത്രയും ടേസ്റ്റുള്ള ഞാൻ കഴിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. ഒരുപാട് ഫീലിങ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ താണ്ട ഈ ഒരു 64ാമത്തെ ക്വസ്റ്റ്യൻ കണ്ട ഗൈസ്. ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ഇതൊരു കോമഡി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.